ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൽ ഇതാണ് കുറച്ച് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ വീട് എന്ന് പറയുന്നത് ചൂലന്നൂരാണ്. അതിൻ്റെ അടുത്താണ് തിരുവില്യാമല എന്നുള്ളത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണുള്ളത്. അവിടെ ഒരു ആനമല എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ ചേച്ചിയുടെ പിള്ളേരും എല്ലാവരും കൂടിയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 2 days. അപ്പോൾ വളരെ അടുത്തായിരുന്നു എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന്. ഇതിന് മുൻപ് ഞാൻ എൻ്റെ കസിൻസായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ആംബിയൻസാണ്, നല്ല സർവീസാണ്. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ് പാക്കേജിൻ്റെ കൂടെ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര ക്രൗഡി ആയിട്ടുള്ള ഒരു ആംബിയൻസ് അല്ല, ഭയങ്കര കൂൾ ആൻഡ് കാം ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. നമ്മളവിടെ 2 റൂമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഒന്ന്, ഒരു കോട്ടേജാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് അതായത് ഫസ്റ്റ് നമ്മൾ കയറി പോകുന്നത് ഇതിലേക്കാണ്. ഭയങ്കര നീറ്റായിരുന്നു, സർവീസും നല്ലതായിരുന്നു. പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും പറയാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണെങ്കിലും ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. ബുക്സൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അവിടെ ഒരു കുഞ്ഞ് ലൈബ്രറി അവൈലബിൾ ആണ് കേട്ടോ. ഭയങ്കര പച്ചപ്പും ഹരിതാഭമൊക്കെയുള്ള ഒരു അടിപൊളി നാച്ചുറലാലിറ്റി ഉള്ള ഒരു റിസോർട്ട് തന്നെയാണത്. എന്താ പറയുക, പിന്നെ കുറച്ച് പെറ്റ്സും ഗാർഡനും അങ്ങനെയൊക്കെ ഉണ്ട്. പൂളും നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ നൈറ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതെനിക്ക് കാണിച്ചു തരാനായിട്ട് ഇല്ല. നമുക്ക് പൂൾ അവൈലബിൾ ആണ്. അവിടെ ചെറിയ സ്നാക്സ്, അതേപോലെ ഫോട്ടോസ് എടുക്കാനായിട്ട് ചെറിയ സംഭവങ്ങളുണ്ട്. ഐസ്ക്രീം അവൈലബിൾ ആണ്. പിന്നെ അടുത്ത് തന്നെ ഹോട്ടലുണ്ട്, ഇവരുടെ തന്നെ ഹോട്ടലുണ്ട്. വേണമെങ്കിൽ ഫുഡ് അവിടെ നിന്ന് നമുക്ക് കഴിക്കാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ 2 days സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ വേറെ കുറച്ച് പോകാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു കൂൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു ആംബിയൻസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഇതാണെന്നേ ഞാൻ പറയുള്ളൂ. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഭയങ്കര കൂളായിട്ട് ഭയങ്കരമായിട്ട് പ്രകൃതിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുകയാണ്, അവിടുത്തെ സർവീസാണെങ്കിലും നമുക്ക് വലിയ മോശം പറയാനൊന്നുമില്ല, നല്ല സർവീസാണ്. പിന്നെ കോൾ ചെയ്യുന്ന നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കോൾ ചെയ്യാനാണെങ്കിലും അവർ എന്താ പറയുക, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. പാക്കേജിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഈ തിരക്കിനിടയിൽ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അവരൊരു ഗിഫ്റ്റ് ഹാമ്പറും കൂടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഭയങ്കര എന്താ പറയുക, ചെറിയ പെറ്റ്സിനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ റാബിറ്റ്, ക്യാറ്റ് അങ്ങനെയുള്ള ബേർഡ്സൊക്കെ അവിടെ